ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു റഹീസ് ലൈഫ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും തലവേദന ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഒരു ദിവസം തുടങ്ങുമ്പോൾ തന്നെ ചിലപ്പോൾ തലവേദന ഉണ്ടാവാം. അതിന് കാരണം രാത്രിയിൽ നമുക്ക് ഉറക്കം കിട്ടായിട്ടോ, അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ വൈകിട്ടോ, ഗ്യാസ് ട്രബിളൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ വരൂലേ. പിന്നെ അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാറ്റടിച്ചിട്ട്, ഇപ്പൊ ബസ്സിലൊക്കെ യാത്ര ചെയ്യണേ വിൻഡോ സൈഡിലൊക്കെ ആണെങ്കിൽ കാറ്റടിച്ചിട്ടൊക്കെ തലവേദന വരും, അല്ലെങ്കിൽ വെയിൽ കൊണ്ടിട്ട് ഒരുപാട് വിധത്തിൽ തലവേദനയുണ്ട്. അതിനൊക്കെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റിയ കുറച്ച് റെമഡീസ് വീട്ടിലാണെങ്കിലോ അല്ലെങ്കിൽ യാത്രയിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ കുറച്ച് റെമഡീസിനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. തലവേദന വന്നാൽ അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടും വന്ന ചെറിയ തലവേദനയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഞാൻ ഇതിൽ കുറച്ച് റെമഡീസ് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏതാണ് ഉപയോഗിച്ച് നോക്കിയിട്ട് കുറവ് വരുന്നത്, തലവേദന കുറക്കാൻ സഹായിക്കുന്നത് എങ്കിൽ ഇത് തുടർച്ചയായിട്ട് വീണ്ടും യൂസ് ചെയ്യാം കേട്ടോ. അതായത് നമ്മൾ വീട്ടിലിരിക്കുന്ന സമയത്ത് ചെറിയ രീതിയിൽ തലവേദന സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റിയ ഒരു കാര്യമാണ് നമ്മൾ കട്ടൻ ചായ. അതിലൊരു ഇളം ചൂടുള്ള കട്ടൻ ചായ എടുക്കുക. ഒരുപാട് ചൂട് ഓവറാവരുത്, അപ്പൊ നമുക്ക് തലവേദന ചിലപ്പോൾ കൂടിപ്പോവും. ഒരു മീഡിയം ചൂടുള്ള ചായയില് മധുരം ചേർക്കുന്നവർക്ക് ചേർക്കാം, ഇല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അതിലേക്ക് ഒരു ചെറുനാരങ്ങ നീര് ഒഴിച്ചു കുടിക്കാവുന്നതാണ്. അപ്പൊ കുറച്ച് സമയത്തിന്റെ ഉള്ളിൽ തന്നെ നമ്മുടെ തലവേദന ചെറിയ രീതിയിൽ ഇങ്ങനെ കുറഞ്ഞു വരും. പിന്നെ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പുതിനയിലയോ മല്ലിയിലയോ, നമ്മുടെ ഗ്യാസ് ഉള്ള ലീഫുകളാണ് മല്ലിയിലയും പുതിനയിലയൊക്കെ. നമ്മൾ വിക്സ് പുരട്ടുമ്പോൾ ചിലർക്ക് അത് എഫക്ട് ചെയ്യില്ല. വിക്സ് ചിലർക്കൊന്നും അത് ഇഷ്ടം ഇല്ലാത്തതുകൊണ്ട് അത്രയ്ക്ക് തന്നെ ഗ്യാസ് ഇല്ലാത്തതാണ് മല്ലിയിലയും പുതിനയിലൊക്കെ. ചെറിയൊരു തണുപ്പും നമ്മുടെ നെറ്റിയിലൊക്കെ കിട്ടുകയും ചെയ്യും. അത് നല്ലതുപോലെ അരച്ച് ഒരു കോട്ടന്റെ തുണി നമ്മുടെ നെറ്റിയിൽ വെച്ചിട്ട് അതിലേക്ക് ഇത് അരച്ച് ചേർത്ത് കൊടുക്കുക. മെല്ലെ മെല്ലെ പുരട്ടി കൊടുക്കുക. ഉണങ്ങുന്ന സമയത്ത് മെല്ലെ മെല്ലെ ഒന്നും കൂടെ ഇതിലേക്ക് ഈ തുണിയിലേക്ക്, കോട്ടന്റെ തുണിയിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. പിന്നെ ഒരു റെമഡി എന്ന് പറയുന്നത് വെളുത്തുള്ളി വെച്ചിട്ടാണ്. നമുക്ക് എല്ലാവരുടെ വീട്ടിലും വെളുത്തുള്ളി ഉണ്ടാവുമല്ലോ. അപ്പൊ വെളുത്തുള്ളി വെച്ചിട്ട് നമുക്ക് ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് വെളുത്തുള്ളി തൊലി കളഞ്ഞെടുത്തിട്ട് തണുത്ത ഐസ് വെള്ളത്തിൽ മിക്സിയുടെ ജാറിൽ നല്ലോണം പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ട് നമ്മുടെ നെറ്റിയിൽ പുരട്ടി വെക്കാവുന്നതാണ്. അതിന്റെ മുകളിൽ ഒരു കോട്ടന്റെ തുണി നനച്ചിട്ട് കൊടുത്താൽ തണുത്ത വെള്ളത്തിൽ തന്നെ മുക്കിയെടുത്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ബെറ്റർ ആവും. ആ തണുപ്പ് കൊണ്ട് അല്ലെങ്കിൽ ആ ഗ്യാസ് കൊണ്ട്, വെളുത്തുള്ളിയുടെ ഗ്യാസ് കൊണ്ട് നമ്മുടെ തലവേദന നല്ലതുപോലെ തന്നെ ശമിച്ച് വരും കേട്ടോ. അടുത്തത് നമ്മുടെ വീട്ടിലും പാടത്തൊക്കെ കാണാറുണ്ട് തുമ്പ. പണ്ടുള്ളവർക്കൊക്കെ അറിയാട്ടോ, ഇപ്പോഴുള്ള മക്കൾക്കൊക്കെ അറിയോ എന്നുള്ളത് അറിയില്ല. എല്ലാവരും അധിക വീടുകളിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ വീടിന്റെ മുറ്റത്ത് ഉണ്ടായിരുന്നു മുൻപ്, ഇപ്പൊ അതില്ല. അത് അരച്ച് അതിന്റെ ലീഫ് മാത്രം എടുക്കുക. പൂവും കായൊന്നും എടുക്കണ്ട, അതിന്റെ ലീഫ് മാത്രം എടുത്തിട്ട് അരച്ചിട്ട് നമ്മുടെ നെറ്റിയിൽ പുരട്ടുന്നത് നമുക്ക് തലവേദന നല്ലതുപോലെ കുറക്കും കേട്ടോ. നമുക്ക് നീർക്കെട്ടിന്റെ തലവേദനയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൂക്കിലേക്ക് അതിന്റെ തുള്ളി ഉറ്റിച്ചു കൊടുത്താൽ മതി. നീർക്കെട്ട തലവേദന ഒരുപാട് ദിവസത്തേക്ക് പിന്നെ വരില്ല കേട്ടോ. സ്ഥിരമായിട്ട് തലവേദനയുള്ള ആളാണ് നമ്മളെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഉഴുന്നുപരിപ്പ് വെള്ളത്തിൽ കുതിർത്തെടുത്ത് നല്ലോണം കഴുകിയെടുത്ത് കുറച്ച് സമയം വെള്ളത്തിൽ കുതിർത്തെടുത്തതിന് ശേഷം അതൊന്ന് പുഴുങ്ങിയെടുക്കുക, വേവിക്കുക. ഉപ്പ് ഒന്നും ചേർക്കാണ്ട് വേവിച്ചെടുക്കുക. എന്നിട്ട് അതൊന്ന് മിക്സിയിൽ അരച്ചെടുത്ത് കുറച്ച് പഞ്ചസാരയും തേനും കൂട്ടി എല്ലാ ദിവസവും കഴിക്കുന്നത് നല്ലതാണ്. നമുക്ക് നല്ലതുപോലെ കഠിനമായിട്ടുള്ള തലവേദനയൊക്കെ ശമിച്ച് കുറഞ്ഞ രീതിയിൽ തന്നെ ചെറുതായിട്ടുള്ള ഇതായി മാറും. സ്ഥിരമായിട്ട് കഴിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ തലവേദന പോകും കേട്ടോ. പിന്നെ ഒരു റെമഡി എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ നെല്ലിക്ക ഉണ്ടെങ്കിൽ ഒരു മൺചട്ടി എടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നെല്ലിക്ക ചതച്ച് അതിലിട്ട് മൂടി വെക്കുക. തലേ ദിവസം രാത്രിയിൽ മൂടി വെക്കുക. പിറ്റേ ദിവസം ആ നെല്ലിക്ക അതിന്റെ നീരൊക്കെ അതിൽ ചതച്ചെടുത്ത് ആ വെള്ളം ഒരു ഗ്ലാസ്സിലേക്ക് അരിച്ചൊഴിച്ച് അതിൽ കുറച്ച് തേനും കൂടെ ചേർത്തിട്ട് കഴിക്കാവുന്നതാണ്. പിന്നെ ചെറിയ രീതിയിൽ ഉറക്കക്കുറവ് മൂലമൊക്കെ ഉണ്ടാവുന്ന തലവേദനയൊക്കെ ആണെങ്കിൽ ശർക്കര ഇട്ട്, പഞ്ചസാരയല്ല, ശർക്കര കാപ്പിയിൽ കുറച്ച് ഏലക്ക ചതച്ചിട്ടതും കൂടെ ചേർത്തൊരു കാപ്പി തയ്യാറാക്കി കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ചെറിയ തലവേദനയൊക്കെ മാറിക്കിട്ടും കേട്ടോ. നമുക്ക് TV കണ്ടിട്ടോ അല്ലെങ്കിൽ ഫോൺ ഉപയോഗിച്ചിട്ടോ ഉണ്ടാവുന്ന തലവേദനയാണെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് കുറച്ച് സമയം കണ്ണടച്ചിരിക്കുകയോ അല്ലെങ്കിൽ കുറച്ച് സമയം വീട്ടിൽ നിന്ന് ഉറങ്ങാൻ ശ്രമിക്കുകയോ ചെയ്താൽ നമ്മുടെ തലവേദന മാറിക്കിട്ടും. പിന്നെ ഉള്ളത് യാത്ര ചെയ്യുമ്പോഴുള്ള തലവേദന. അത് നമ്മുടെ ബസ്സിന്റെ ഓവർ സ്പീഡോ അല്ലെങ്കിൽ നമ്മൾ വണ്ടിയിലൊക്കെ പോവുകയാണെങ്കിൽ ഓവർ സ്പീഡൊക്കെ പോകുമ്പോൾ നമുക്ക് തലവേദന വരാം. കാരണം നമ്മുടെ കണ്ണിൽ കൂടെ എല്ലാം ഇങ്ങനെ പാസ് ചെയ്ത് പോവല്ലേ. അപ്പൊ നമ്മൾ കണ്ണിന് സ്ട്രെയിൻ ചെയ്യുമ്പോൾ തലവേദന കൂടി വരും. അത് കുറക്കാൻ വേണ്ടിയിട്ട് കണ്ണ് അടച്ചിരിക്കുക.
കണ്ണടച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ ഹെഡ്സെറ്റ് ഉണ്ടെങ്കിൽ ചെറിയ സൗണ്ടിൽ പാട്ട്, നമുക്ക് പുറത്തത്തെ സൗണ്ട് കേൾക്കാത്ത രീതിയിൽ ചെറിയ എന്തെങ്കിലും വോയിസോ അല്ലെങ്കിൽ സ്പീച്ചോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് വരുന്ന വലിയ തലവേദനയൊക്കെ കുറഞ്ഞു കിട്ടും. പ്രത്യേകിച്ച് AC ഒക്കെ ഇട്ട് പോകുന്ന വണ്ടിയിൽ, കാറിലോ ബസ്സിലോ അങ്ങനെയൊക്കെ പോകുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ എല്ലാവർക്കും AC പറ്റൂല. AC-യിൽ ഇരിക്കുമ്പോൾ തലവേദന പെട്ടെന്ന് തന്നെ കയറി വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട സ്പീച്ചോ പാട്ടൊക്കെ കേൾക്കുന്നത് നല്ലൊരു കാര്യമാണ് കേട്ടോ. കാരണം ചെറിയ സൗണ്ടിലാവുമ്പോൾ നമ്മുടെ ചെവിയിൽ അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചെറിയൊരു മയക്കമൊക്കെ വരും. അപ്പൊ സുഖമായിട്ട് തന്നെ തലവേദന കുറഞ്ഞു കിട്ടുകയും ചെയ്യും. നമ്മുടെ യാത്ര തന്നെ കണ്ടിന്യൂസ് ആയിട്ട്, യാത്രയുടെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവില്ല. നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് വിശന്ന് ഗ്യാസ് കയറും. അപ്പോൾ എല്ലാ ആളുകൾക്കും അങ്ങനെയല്ല, ചില ആളുകൾക്കൊക്കെ അങ്ങനെയാണ്. ഒരുപാട് സമയം ഭക്ഷണം കഴിക്കാണ്ടിരിക്കുമ്പോൾ ഗ്യാസ് കയറി തലവേദന വരൂലേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഇല്ലാതിരിക്കാൻ ചോക്ലേറ്റോ ചെറിയൊരു ക്യാൻഡീസോ ഒക്കെ ബാഗിലോ പേഴ്സിലൊക്കെ കരുതിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ആ മധുരം കൊണ്ട് നമ്മുടെ വിശപ്പ് അടങ്ങിയിരിക്കും. കുറച്ച് ദൂരമൊക്കെ ഉള്ളുവെങ്കിൽ ഗ്യാസ് കൊണ്ടുള്ള തലവേദന ഇങ്ങനെ ഒഴിവാക്കാൻ പറ്റൂ കേട്ടോ. തുടർച്ചയായിട്ട് തലവേദന വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ENT ഡോക്ടറെ കാണാൻ വൈകരുത് കേട്ടോ. അപ്പൊ തലവേദന കുറക്കാനുള്ള കുറച്ച് മാർഗങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തന്നത്. ഇതിൽ പലതും നമ്മുടെ നാട്ടിലും പണ്ട് മുതലേ പ്രചാരത്തിൽ ഉണ്ടായിരുന്നതാണ്. ഇതിലധികം നിങ്ങൾക്ക് അറിയുന്നതായിരിക്കാം, മുൻപ് ചെയ്തിട്ടുള്ളതായിരിക്കാം, മറന്നു പോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ അറിയാത്തവർക്കോ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്തത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആ കാര്യം കൂടെ ഒന്ന് പരിഗണിക്കുക. അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ് റഹീസ് ലൈഫ്.